എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമുള്ളൊരു ദിവസം തന്നെയായിരുന്നു ഇന്ന്. ഞാൻ ദേ കോഴിക്കോടേക്ക് പോവാണ്. എന്തിനാണെന്നുള്ളത് ഞാൻ വഴിയെ കാണിക്കാമേ. എൻ്റെ കേറ്ററ്റിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടുന്ന ദിവസമായിരുന്നു ഇന്ന്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു കടമ്പ തന്നെയായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ചെറിയ എന്തോ മാർക്കിൻ്റെ വ്യത്യാസത്തിലായിരുന്നു എനിക്ക് പോയിട്ടുണ്ടായിരുന്നത്. സെക്കൻഡ് അറ്റംപ്റ്റിൽ ഞാൻ കഷ്ടപ്പെട്ട് ഉറക്കമൊഴിഞ്ഞ് പഠിച്ചതിൻ്റെ ബലം തന്നെയാണിത്. ഞാൻ എക്സാം എഴുതാൻ പോയ സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് വർഷങ്ങളായിട്ട് ഇതൊന്ന് പാസ്സായി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ പിറകെ നടക്കുന്നവർ. അത് വെച്ച് നോക്കുമ്പോൾ സെക്കൻഡ് അറ്റംപ്റ്റിൽ തന്നെ എനിക്കിത് കിട്ടിയെന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് വലിയൊരു കാര്യം തന്നെയാണ്. ഈ ഒരു അറ്റംപ്റ്റിലും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ഏതെങ്കിലും ഓൺലൈനായിട്ട് കോച്ചിങ്ങിനൊക്കെ പോയി പഠിച്ച് എഴുതാമെന്നായിരുന്നു പ്ലാൻ. എന്തായാലും അതിനൊന്നും വേണ്ടി വന്നില്ല. അല്ലാതെ തന്നെ ഞാൻ പാസ് ഔട്ട് ആയി. പിന്നെ ചെറിയ മാർക്കിനാണല്ലോ ജയിച്ചത്, ഇത് ഇത്ര വലിയ സംഭവമൊന്നും അല്ലല്ലോ എന്ന് വിചാരിക്കുന്നവരോട് ഗാലറിയിൽ ഇരുന്ന് പറയാൻ ആർക്കും പറ്റും. ഇത് പഠിച്ച് എഴുതിയ കഷ്ടപ്പാട് എനിക്ക് മാത്രമേ അറിയുള്ളൂ. പിന്നെ നമ്മൾ എന്ത് ചെയ്താലും കുറ്റം പറയാനായിട്ട് കുറച്ച് പേരുണ്ടാവുമല്ലോ. എല്ലാവരും അല്ല, എന്തായാലും ഇത് കൊള്ളേണ്ടവർക്ക് എന്തായാലും കറക്റ്റായിട്ട് കൊണ്ടുള്ളൂ. അങ്ങനെ പിന്നെ സർട്ടിഫിക്കറ്റൊക്കെ മേടിച്ചിട്ട് നേരെ പോയത് വിഷ്ണുവിൻ്റെ ഫോണിൻ്റെ സ്ക്രീൻ കാർഡ് ഒന്ന് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട് പോയി. അതൊക്കെ മാറ്റി കഴിഞ്ഞിട്ട് പിന്നെ ഫുഡ് കഴിക്കാൻ പോയി. അല്ലെങ്കിൽ ടൗണിലേക്ക് വരുമ്പോൾ ഞങ്ങൾ ടൗണിൽ നിന്ന് തന്നെയാണ് കൂടുതലും ഫുഡ് കഴിക്കാറുള്ളത്. എൻ്റെ ഫേവറേറ്റ് മന്തി സ്പോട്ടാണ് സൂഫി മന്തി. അപ്പോൾ അങ്ങോട്ട് തന്നെ നേരെ പോയി. നല്ല തിരക്കും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വർത്താനമൊക്കെ പറഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ വേറെ എവിടെയും പോകുന്നില്ല, നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം.